സെപ്റ്റംബർ 20 വിശുദ്ധ ആൻഡ്രൂ കിം ടെഗോണും സഹരക്തസാക്ഷികളും. 1839 മുതൽ 1866 വരെ കൊറിയയിലെ മതപീഡന കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച 79 പേരെ 1925 വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. തുടർന്ന് 1968 മറ്റ് 24 പേരെ കൂടി വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. മൊത്തം 103 പേരെ 1984 മെയ് മാസം 6 ജോൺ ബോൾ മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. കൊറിയയിലെ ആദ്യ തദ്ദേശീയ വൈദികനും രക്തസാക്ഷിയുമായ വൈദികൻ വിശുദ്ധ ആൻഡ്രൂ കിം ടെഗോണിനെയും സെയിൻറ്റ് പോൾ ചോങ് ഹസാങ് എന്ന സെമിനാരി വിദ്യാർത്ഥിയെയും നമുക്ക് പരിചയപ്പെടാം. 1801 കൊറിയൻ ഭരണാധികാരിയായിരുന്ന ഷിൻ യുവിൻ്റെ ക്രിസ്തീയ മതപീഡനത്തിൽ കൊല ചെയ്യപ്പെട്ടവരാണ് വിശുദ്ധ പോൾ ചോങ് ഹസാങ്ങിൻ്റെ കുടുംബാംഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ സഹോദരനും മാതാപിതാക്കളുമെല്ലാം വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടവരാണ്. ഒരു നല്ല അൽമായനെന്ന് സെയിൻറ്റ് പോൾ ചോങ് ഹസാങ്ങിനെ നമുക്ക് നിസ്സംശയം വിളിക്കാം. 9 തവണയാണ് അദ്ദേഹം ചൈനയിലേക്ക് കൊറിയൻ നദി കടന്നു ചെന്നത്. അവിടുത്തെ മെത്രാൻ്റെ അടുക്കൽ കൊറിയൻ സഭയുടെ തകർച്ചയെക്കുറിച്ചും അവരുടെ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി വൈദികരെ വിട്ടു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടയിൽ മാർപ്പാപ്പയ്ക്കും അദ്ദേഹം കത്തയച്ചു. തൽഫലമായിട്ട് 1831 സെപ്റ്റംബർ 9 10 ഗ്രിഗറി മാർപ്പാപ്പ കൊറിയൻ ജനതയ്ക്ക് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശമായിട്ട് കൊറിയൻ സഭയുടെ പ്രഖ്യാപനം നടത്തി. 8,000 മുതൽ 10,000 ക്രിസ്ത്യാനികളാണ് കൊറിയൻ മതപീഡന കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത്. ചിതറിപ്പാർക്കുന്ന അൽമായ സമൂഹത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി കൊറിയൻ രൂപതയുടെ നേതൃത്വത്തിൽ സെമിനാരി ആരംഭിച്ചപ്പോൾ അതിലെ ആദ്യ അംഗമായിട്ട് വിശുദ്ധ പോൾ ചോങ് ഹസാങ്ങും ചേർന്നു. ഷമ്മാശനായിരിക്കെ 1839 അദ്ദേഹം അറസ്റ്റിലാകപ്പെട്ടു. തുടർന്ന് സെപ്റ്റംബർ 22 രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധ ആൻഡ്രൂ കിം ടെഗോൺ 1821 ഓഗസ്റ്റ് 21 കൊറിയയിലെ പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 15-ാം വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായി മാറി. തുടർന്ന് ചൈനയിലേക്ക് കാൽനടയായി 2100 കിലോമീറ്റർ സഞ്ചരിച്ച് ആൻഡ്രൂ സെമിനാരിയിൽ ചേർന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് വീണ്ടും കൊറിയയിലെത്തിയ അദ്ദേഹം 1 വർഷക്കാലത്തോളം കൊറിയയിലെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് ചേർക്കുകയും അവർക്ക് വേണ്ടി ദൈവിക ശുശ്രൂഷകൾ നടത്തി വരികയും ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ 1846 അദ്ദേഹം അറസ്റ്റിലാവുകയും സെപ്റ്റംബർ 16 ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തു. കേവലം 26 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ യുവ വൈദികൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉപയോഗിച്ചിരുന്ന തൈലം ഉള്ളംകൈയിൽ ചേർത്ത് പിടിച്ചിരുന്നു. കൊറിയയിലെ ആദ്യ തദ്ദേശീയ വൈദികനാണ് ഫാദർ ആൻഡ്രൂ കിം ടെഗോൺ. അതേപോലെ ആദ്യ വൈദിക രക്തസാക്ഷിയും. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടവരിൽ 11 പേർ വൈദികരും 92 പേരിൽ സിസ്റ്റേഴ്സും ആൽമായരും ഉൾപ്പെടുന്നു. വചനം 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. വിചിന്തനം: ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ വിശ്വാസത്തെ പ്രതി മാത്രമാണ് 10,000-ഓളം ആളുകൾ കൊറിയയിൽ തങ്ങളുടെ ജീവിതം രക്തസാക്ഷിത്വത്തിനു വേണ്ടി വിട്ടു നൽകിയത്. നമ്മളെ സംബന്ധിച്ചോ? നമ്മുടെ ചുറ്റും അനേക തലങ്ങളിലൂടെ വചനപ്രഘോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലർ വചനമായി തന്നെ ജീവിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയോ? നമ്മുടെ സഭയുടെ മുന്നിലാണ് ഇപ്രകാരമൊരു പ്രതിസന്ധി വരുന്നതെങ്കിൽ നാം ആരോടൊപ്പമാകും?